കാലത്തെണീറ്റ് കണ്ണ് തുറന്നാൽ കിച്ചണിൽ എങ്ങനെ എത്താം എന്നുള്ളതായിരുന്നു പണ്ടൊക്കെയുള്ളൊരു ചിന്ത കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും നമ്മുടെ തോട്ട്സുകളും ഒക്കെ മാറി മാറി വരിക. ഇപ്പം എനിക്ക് കുറച്ച് നേരം നമ്മുടെ വീടിൻ്റെ ചുറ്റും എനിക്കിഷ്ടമുള്ള ഏരിയകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് മടങ്ങുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. 2 ദിവസം മഴ പെയ്തപ്പോൾ വിചാരിച്ചതേ, എന്നും കാലത്ത് ഇതുപോലെ വാതിൽ തുറന്ന് മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന കാട്ടിൽ ഇങ്ങനെ മഞ്ഞ് പൊന്തുന്നുണ്ടാവുന്ന, എവിടെടാ ഒരു മഞ്ഞുമില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ സാധാരണ നമ്മൾ നല്ല വെയിലത്ത് കാണുന്ന ആ ഒരു കാടിൻ്റെ ഭംഗിയുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഭംഗിയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭംഗിയിലേക്ക് നമ്മളിന്ന് നമ്മുടെ പ്രഭാതത്തെ ക്ഷണിച്ച് വരുത്തിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ചൂലൊക്കെ കൊടുത്തേ ചെറിയൊരു അടിച്ചുവാരലൊക്കെ നടത്തിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. 4 സൈഡും നമുക്ക് അടിച്ചു വരാനായിട്ടുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും അങ്ങനെ അടിച്ചു വാരി ഇടാറൊന്നുമില്ല കേട്ടോ. എനിക്ക് ഓരോ സൈഡ് വൃത്തിയാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ നമുക്കിന്ന് ശ്രീകുട്ടനും അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും ഉള്ളൊരു ദിവസമാണ്. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല ഇന്നത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുന്നത് തന്നെ. കുറേ ദിവസമായിട്ട് വീഡിയോ മിസ് ചെയ്യുന്നു ശ്രീന്ന് എല്ലാവരും ഇങ്ങനെ പേഴ്സണലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വളരെ റോ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഗോയിങ് ഓൺ എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് സൈഡൊക്കെ അടിച്ചു വാരി പൂക്കളെയൊക്കെ ഒന്ന് ആസ്വദിച്ച് നാളത്തേക്കുള്ള നമ്മുടെ ഈ ഒരു ഉഴുന്നുണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ 2-3 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കലാണ് പതിവ്. അത് കാരണം പതിവായിട്ട് കിച്ചണിൽ കയറുന്ന ആ ഒരു ശീലം കുറച്ച് നാളായിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ല, മാറ്റി വെച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ എഴുതാൻ വന്നിരിക്കുന്നതേ നമ്മുടെ മന്ത്ലി പ്ലാനാണ്. മന്ത്ലി പ്ലാൻ അല്ലല്ലോ, നമ്മുടെ വീക്കിലി പ്ലാനാണ്. എനിക്കിങ്ങനെ ഒരു അക്രിലിക് ബോർഡ് ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിൽ ഭാഗ്യനും ഞാനും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാണ് ഈ ആഴ്ച നമുക്ക് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ നമ്മുടെ കിച്ചണിൽ ഒരുക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ. ഉച്ചയ്ക്ക് സാമ്പാർ, മീൻ വറുത്തത്. പറമ്പിൽ നമ്മുടെ ചേട്ടന്മാരുള്ള ദിവസമാണെങ്കിൽ ഈ വക പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു ജോലി മാറ്റി വെച്ച കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പോവാമെന്ന് വിചാരിച്ചത്. ദോശ പ്ലസ് സാമ്പാറുണ്ടാവും. ഓക്കെ. പിന്നെ ഭാഗ്യന് ഇഷ്ടമുള്ള സജഷൻസ് ഭാഗ്യം പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ളത് ശ്രീകുട്ടന് ഇഷ്ടമുള്ളത് നമുക്ക് അറിയാലോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് കാലത്ത് ഇപ്പോൾ ഭാഗ്യന് ഇഷ്ടമുള്ളതാണെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ ഈക്വൽ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാനിങ് നടത്താറുള്ളത്. വെരി ഗുഡ് സജഷൻ. അക്ഷരമാരി പൂരി മസാല. ചോറും മീൻകറിയും മാറ്റി പിടിക്കണം. ചില ദിവസം ഭക്ഷണം നമ്മൾ വെള്ളിയാഴ്ചയാണ്, അന്ന് നമ്മൾ വെജ് മാത്രം കഴിക്കാൻ പാടുള്ളൂ. ഡൽസേൻ്റെ പോലെ ശ്രീകുട്ടന് വേണം പനീർ, വേണം ചേട്ടന് മീൻകറി ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തിക്കുള്ളതുണ്ട്. കൂണ് മേടിക്കണം, കൂണ് എഴുതിയിട്ടുണ്ട്. ചിക്കൻ മേടിക്കണം. പിന്നെ മുട്ട മേടിക്കണം, ബീഫ് മേടിക്കണം. വീക്കിലി പ്ലാനർ ബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് സൺഡേ ടു സാറ്റർഡേ എന്തൊക്കെ കഴിക്കണം, അതുപോലെ തന്നെ ഗ്രോസറി ലിസ്റ്റ്, പിന്നെ നോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു പാഡ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരാഴ്ചത്തെ പ്ലാനിങ് ആണ് ഈ കാണുന്നത്. അല്ല, അത് വായിക്കാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ച അതങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല. അവർക്ക് സൗകര്യമുള്ളതല്ല ഏട്ടാ ഉണ്ടാക്കുക. നമ്മുടെ പോലെ ചിലപ്പോൾ അങ്ങനെ പറ്റിക്കോളണമെന്നില്ലല്ലോ. നമുക്ക് പച്ചക്കറി കടയായ കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇവിടെ നമുക്കിപ്പോൾ ഇടിച്ചക്കയും ചീരയും തോരനൊക്കെ ഇവിടെ കിട്ടാനുള്ള കാരണം കൊണ്ട്, അപ്പോൾ നമ്മൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചാണ് നമ്മൾ മെനു തയ്യാറാക്കേണ്ടത്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഏട്ടാ? എന്തുകൊണ്ടായിരിക്കും? ആണോ അതോ പ്രാക്ടീസിൻ്റെ ആണോ? അപ്പോൾ എല്ലാവർക്കും ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം 3 ചെയ്യുന്നത് ഞാനാ. ബാക്കിയുള്ളവരൊക്കെ ഓരോ സബ്ജക്റ്റുള്ള അവർക്ക് അത് മാത്രം പഠിച്ചാൽ മതി. ഇത് ഓവർ സ്ട്രെസ്സായി പോയി എനിക്ക്. അപ്പൊ ഞാനത് എനിക്ക് എക്സാം എന്നുള്ള കാര്യം അറിയണ്ടായില്ല കേട്ടോ. അല്ല, സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വിചാരിച്ചിട്ടല്ലോ നമ്മൾ പഠിക്കാൻ പോയത്. നമ്മളൊരു റിലാക്സേഷന് വരില്ല. ഇപ്പൊ എന്തായാലും ചത്ത കുട്ടിയുടെ ജാതകം ഞാൻ പണ്ടേ വായിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇത് എഴുതി വെച്ചു. നമുക്കിത് ഇന്നത്തേക്കല്ല കേട്ടാ, ഇത് ഒരാഴ്ചത്തേക്കുള്ളതാണ്. അപ്പം ഞാനിനി
കുറച്ച് മീൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കണം. കുറച്ച് 1-2 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അല്ലെങ്കിൽ ശ്രീകുട്ടനും എല്ലാവരും, ശ്രീകുട്ടൻ്റെ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ഭാഗ്യൻ്റെ ഒപ്പം. നമുക്കങ്ങനെ ഒരു പർച്ചേസിങ്ങും വൈകുന്നേരം ആവുമ്പോൾ ഡാൻസ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. കുറെ നാളായിട്ട് ഇല്ലാണ്ടിരുന്നൊരു ശീലാണ് കേട്ടോ. പുനരാരംഭിക്കുകയാണ്. മറ്റേ ദേവിയെ കാത്തോളണേ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങണത് തന്നെ. 1-2 ദിവസത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഭാഗ്യം പറഞ്ഞത്, മോൻ എൻ്റെ കൂടെ ഒന്ന് വരുമോ, നമുക്കിന്ന് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ടെന്ന്. എന്നാൽ പിന്നെ ഭാഗ്യൻ്റെ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നേരമില്ല. അപ്പോഴാണ് കേട്ടോ ഞാൻ നമ്മുടെ മില്ലറ്റ്സ് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാവും, കുറേ മില്ലറ്റ്സുകൾ പൊടിച്ചിട്ടുണ്ടാവുകയെ. അത് നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ ഉപ്പും ശർക്കര ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കുറുക്കും. ഇച്ചിരി ഉപ്പും ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കും. അതും മുട്ട പുഴുങ്ങിയതാവാറുണ്ട് കേട്ടോ ഞങ്ങളുടെ കുറച്ച് നാളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. അതായത് വളരെ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിലേ നമുക്ക് കാലി വയറ്റിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഭാഗ്യന്റെ രാമായണ പാരായണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഒരുങ്ങിയിട്ട് വരാട്ടോ. ശ്രീകുട്ടനെ എനിപ്പിച്ച് കുളിച്ചത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. മുടിയൊക്കെ ആകെ വളർന്നിരിക്കുന്നു. ആളിനി പറയുന്നതേ വെക്കേഷൻ കഴിഞ്ഞിട്ടേ വെട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാനൊന്ന് ഒരുങ്ങാണ്. എനിക്കിങ്ങനെ ഒരുങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ മുരുകൻ വരയ്ക്കലാണ് കേട്ടോ. എൻ്റെ മുഖത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടെന്ന് പറയുന്നത് എൻ്റെ മുരുകാണ്. അപ്പം ഞാൻ വേറെ ഇവിടെ ഒന്നും പരിപാടികൾ ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മുടെ ഐബ്രോ ഒന്ന് എൻഹാൻസ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ ഒരുങ്ങി കെട്ടി ഇറങ്ങുന്നത് ഇന്ന് നമ്മുടെ തരൂര് കട തൊട്ട് അങ്ങോട്ട് തുടങ്ങാണ് നമ്മുടെ യാത്ര ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ. അമ്മ ഒരു കുഞ്ഞു യാത്ര പോകുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഒരു ബാഗ് മേടിച്ചപ്പോ പുതിയൊരു ബാഗ് ഞാനും മേടിച്ചു. ഞങ്ങളുടെ പ്രഭാതവർഷമാണ്. ഞങ്ങളുടെ പ്ലാൻ ഒന്ന് മൊത്തത്തിൽ ഞങ്ങൾ പൊളിച്ചു കൊടുക്കും. മുട്ട പുഴുങ്ങാന്ന് പറഞ്ഞു. മുട്ട ഇപ്പോഴേ എത്തിയുള്ളൂ. പിന്നെ പോയിട്ട് തിരക്കുണ്ട്. അത് കാരണം മുട്ട പുഴുങ്ങത് പിന്നേക്ക് 2 മുട്ട പുഴുങ്ങിയതും ഇതാണ്. തീരെ നിർത്തികെട്ട ദിവസങ്ങളിൽ ഭാഗ്യന്റെ ബ്രേക്ക്ഫാസ്റ്റ്. സത്യം ജനങ്ങൾ തിരിച്ചറിയണം. ചില ദിവസങ്ങളിലാണ് കേട്ടോ. കാരണം ആൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങാനൊക്കെ ഒരുപാട് വൈകുമ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഉള്ളത് പറയണല്ലോ. അതാണ് പാപ്പൻ്റെ പൊട്ടുവെള്ളരി പാടം. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ സ്പേസ് ഇല്ലേ, അതാണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ പാപ്പ കേട്ടോ. അച്ഛൻ്റെ അനിയനാണ് നന്ദനം പാപ്പ എന്ന് പറയും. പാപ്പനാണ് നമ്മുടെ പൊട്ടുവെള്ളരി കൃഷി നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേര് പൊട്ടുവെള്ളരിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പൊട്ടുവെള്ളരി പാപ്പനാണ്. എൻ്റെ ഇടയിൽ ചോപ്പച്ചീര് നിൽക്കുന്നുണ്ടടാ, എന്തൊരു ഭംഗിയാ. പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളൊരു ഭക്ഷണമാണ് ഈ സാധനം. അതായത് ഇതിൻ്റെ പേര് നമ്മൾ പറയുന്നത് പൊട്ടുവെള്ളരി. എല്ലാവിധ രോഗക്കാർക്കും ഇത് അത്യുത്തമം. ഏത് രോഗക്കാർക്കും അതിന് കഴിക്കാം. ഇത് ഞങ്ങളുടെ ഇത് കഴിക്കേണ്ട രൂപം എൻ്റെ അറിവ് വെച്ചിട്ട് നാളികേരപ്പാൽ ഇതിൽ ചേർക്കണം, വെള്ളം ഒഴിക്കാണ്ട്. ശർക്കര, പിന്നെ ജീരകം, ഏലക്കായ, പിന്നെ കശുരണ്ടിപ്പരിപ്പ്, ബദാം, അതൊക്കെ അടിച്ച് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ല ഭക്ഷണമാണ്. പിന്നെ ഇതിന് മരുന്നെന്ന് പറഞ്ഞ സാധനം ഞാൻ അടിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ചില കൃഷിക്കാർ പറയുന്നത് അടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മഴ പെയ്താൽ വേഗം പോകും. അപ്പം എൻ്റെ കാശ് പോകണം. അല്ലെങ്കിൽ നല്ല ലാഭമുള്ള കൃഷിയാണ്. 50 ദിവസം കൊണ്ട് പോയി കാശ് കിട്ടും. 50 ദിവസം മതി. നല്ല കൃഷിയാണ്. കടയിൽ ചേട്ടന്മാരിത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടുവെള്ളരി അന്വേഷിച്ച് പോയപ്പോഴാണ് പാപ്പ അവിടെ പൊട്ടുവെള്ളരി പറിക്കണത് കണ്ടത്. എന്നാൽ പിന്നെ നിങ്ങൾ കാണാത്തവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്യാന്നുള്ളത് കാണിച്ചു തരാമെന്നും കൂടി വിചാരിച്ചു. അങ്ങനെ പാപ്പൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുവെള്ളരി ആയിട്ട് നമ്മൾ മടങ്ങാണ് കേട്ടോ. ഞാൻ നമ്മുടെ വീട് കാണിച്ചു തരട്ടെ. കണ്ടോ, അതാണ് നമ്മുടെ വീട്. ഈ സാധനം ഏറ്റവും നല്ല പ്രായമായ സാധനം കണ്ട. ഭക്ഷണം കഴിക്കാൻ ഏറ്റവും പ്രായം ഇതാണ്. ഇങ്ങനെ പൊട്ടണം. പൊട്ടാത്തതുണ്ട്. ഇതാണ് ഏറ്റവും നല്ല ഇതിന്റെ പ്രായം. ഇതിങ്ങനെ തന്നെ കയ്യിൽ പിടിക്കുക. ഇങ്ങനെ തന്നെ കൊണ്ട് ജ്യൂസ് അടിക്കാം. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നെത്തിയത് നമ്മുടെ KMB-യിലാണ്. KMB-യിൽ ചെന്നതും അമ്മ പൊട്ടുവെള്ളരി എടുക്കാനായിട്ട് പാത്രമൊക്കെ ആയി വന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവർക്ക് പൊട്ടുവെള്ളരി ഉണ്ടാക്കി കൊടുക്കാം. കുറേ ചേച്ചിമാർ കുറേ സജഷൻസ് പറഞ്ഞായിരുന്നു. അതുപോലെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. പൊട്ടുവെള്ളരി
നല്ല പാകമായിട്ട് വന്ന് നോക്കുക. ഇപ്പം അതിനേല് പൊട്ടിയത് കേട്ടാ, ഒക്കെ കൂടി കൊണ്ട് പോട്ടെ. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. ഇത് നമ്മുടെ സ്വന്തം ഷോപ്പാണ്. നമ്മുടെ ഭാഗ്യൻ എന്നും കാലത്ത് എണീറ്റിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ KMBയിൽ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളന്ന് വീഡിയോ കണ്ടപ്പോഴേ, അതായത് നമ്മളന്ന് പൊട്ടുവെള്ളരിയുടെ വീഡിയോ കണ്ടപ്പോഴും അമ്മയുടെ വിശേഷങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോഴും ചേട്ടന്മാരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ഇനി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവരണേ ശ്രീന്ന്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ബാക്കിയുള്ള ആ ഒരു വിത്തൊക്കെ നമ്മൾ വിത്തിന് വേണ്ടി എടുത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു പാക്കറ്റ് പാലും പിന്നെ ശർക്കര നമ്മൾ പാവാക്കിയിട്ട് തന്നെയാണ് ഒഴിക്കണത്. ഇന്ന് നമ്മൾ കുറച്ച് മിക്സിയിലൊക്കെ അടിച്ചൊഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നാളികേരം ഇട്ടു. എൻ്റെ വേറെ കേട്ടാ, ഞാൻ അടിച്ചില്ല വേണ്ട, എനിക്ക് ഇത്തിരി കട്ടകട്ടായിട്ട് എടുക്കണതാ ഇഷ്ടം. മധുരം കൂടുതലുണ്ടാവും ഒത്തിരി. നല്ല മധുരമുണ്ട്. അച്ഛനും മോനും തമ്മിലുള്ള യാത്ര പറയൽ കണ്ടാൽ തോന്നും വർഷങ്ങളോളം ഇവിടെ ആക്കിയിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ പോവാണെന്ന്. ഈ 2 മിനിറ്റിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വലിയ യാത്ര പറച്ചിലുള്ളത്. ശ്രീകുട്ടൻ അല്ലെങ്കിൽ ഇവിടെയാണ് എളുപ്പം, ബോറടിക്കില്ല. നമ്മൾ ബാങ്ക് പര്യടനമൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചീരാച്ചിയിലെ വാഴത്തോട്ടത്തിൽ എത്തിയിട്ടാ. 3 പ്ലോട്ടായിട്ടാണ് ഇവിടെ ചീരാച്ചിയിൽ. ഇതൊരു പ്ലോട്ട്, പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു പ്ലോട്ട്. എല്ലാവിടെയും കൂടി ഒരു 2000-3000 വാഴ താഴെയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും തോട്ടത്തിൽ ഇപ്പോൾ വളടലും പണിക്കാരൊക്കെ ഉണ്ട്. പോയി കണ്ടു വളം അവരെ കൊണ്ട് ഇടിപ്പിക്കാം. അപ്പോൾ തൽക്കാലം ഇടാനുള്ള അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ വരെ ചോക്കണ്ടേ, മടി. ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ പറമ്പിലും ഗേറ്റ് ഉണ്ട്. ഇത് അജയ് ഗോൾഡ് ഇല്ലേ, അജയേട്ടൻ്റെ പറമ്പാണ് കേട്ടോ. അതിലെല്ലാ പറമ്പിലും ആൾ ഗേറ്റൊക്കെ വെച്ച് ചുറ്റുമതിലൊക്കെ കെട്ടി സേഫാക്കി തന്നിട്ടുണ്ട്. നമുക്ക് എന്തല്ല മുമ്പേ അങ്ങനെ തന്നെയാണ്. വാഴയുടെ കടയ്ക്ക് കണ്ട, കടയ്ക്ക് വളമിടും, കുറേശ്ശെ മണ്ണ് വെട്ടിയിടും. പിന്നെ ഇതിൽ കന്നുകൾ മുളയ്ക്കണ, വാഴയുടെ കന്നുകൾ മുളയ്ക്കണതൊക്കെ നമ്മൾ ചെത്തിക്കളയും ഇപ്പോൾ. കാരണം ഇപ്പോൾ ചെത്തിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വാഴയുടെ കൊലേനെ ബാധിക്കും. കൊല ചെറുതാവുമെന്നാണ് പറയുക ശരിക്കും. വാഴ കൊലച്ചതിന് ശേഷം നമുക്ക് കന്ന് നിർത്താം. 1-2 കന്ന് വീതം ഒരു കടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഇതിൽ വാഴ പറഞ്ഞ് കൊല വന്ന് തുടങ്ങിയിട്ടേ ഞാൻ കാണിച്ചത്. നല്ല വണ്ണുള്ള വാഴ. ഭാഗ്യന്റെ ഇക്കൊല്ലത്തെ എല്ലാ പ്രതീക്ഷയും നമ്മുടെ വാഴകൃഷിയിലാണ് കേട്ടോ. ഒരുപാട് സമയവും ഒരുപാട് പൈസയും സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം ആള് കൃഷി ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ട് മിക്ക സമയത്തും ഇതിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഭാഗ്യൻ. അപ്പോൾ നമുക്ക് ഇനി വാഴത്തോട്ടത്തിന്റെ അറ്റവും മൂലയൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. വളമാണ് ഇടുന്നത്, യൂറിയും പൊട്ടാഷുമാണ് നമ്മളിപ്പോൾ ഇടുന്നത് കേട്ടോ. ഇനി ഒരു 10-22 ദിവസം കഴിയുമ്പോൾ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും ചാണകം കൂടി കലക്കി ഒഴിക്കും. അപ്പോൾ വാഴയൊക്കെ നല്ല ഉഷാറായിട്ട് വരും. വാഴക്കൊലയൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നു വിചാരിക്കുന്നു അല്ലേ പപ്പനാവേട്ടാ? അടിപൊളിയായിട്ട് കയറിയിട്ട് നമ്മുടെ രമേശേട്ടൻ ആ എക്കത്ത് പണിയുണ്ട്. ഇതാണ് വാഴന്ന് വളർത്ത് കൊടുക്കണമെന്നുണ്ട്. ഇത് കണ്ട എല്ലാ വാഴയുടെയും കന്നുകൾ നമ്മൾ ചെത്തിക്കളയുക. ഇതിപ്പോൾ കന്ന് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഇതൊക്കെ ചെത്തിക്കളയാണ്. ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ വളരണതേ. അല്ലെങ്കിൽ വളം മുഴുവൻ കന്ന് വലിച്ച് വാഴക്കാൾ ഹൈറ്റിൽ കന്ന് പോവും. അപ്പോൾ കൊലേനെ ബാധിക്കുന്നാണ് പറയാ. അതുകൊണ്ട് നമ്മൾ കന്നുകളെല്ലാം ചെത്തിക്കളയാണ്. വളർന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ സാധനം അളവ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടോ തന്നെ പ്രശ്നമാണ്. ഒരു പ്രാവശ്യം ഞാൻ പണിക്കാരെ ഏൽപ്പിച്ച് പോയിട്ടേ ഒരു 3-4 കൊല്ലം മുമ്പ് വളമിടാനായിട്ട് പുതിയൊരാള് ജോലിക്ക് വന്നേ. ആളെ വളമിടാൻ പറഞ്ഞു, 2 കൈ വളമിടാൻ പറഞ്ഞു, 2 കൈ. അങ്ങനെ വളം കൊടുത്തു പോയി 1200 വാഴയ്ക്കുള്ള വളം മേടിച്ച് വെച്ചിട്ട് 600 വാഴയപ്പോഴേക്കും വളം കഴിഞ്ഞു. ഇങ്ങനെ കുറേശ്ശെ ഇടുന്നതിന് പകരം ആളിത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോയി. എന്നിട്ട് അതിൻ്റെ വേര് ചീഞ്ഞ് പോയി, വേര് കെട്ട് പോവും വളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വളം ഇടുന്നത് ഒരു മിതമായ അളവിലാണ് നമ്മൾ ഇടാൻ പാടുള്ളൂ. അതൊരു കറക്റ്റ് അറിയുന്ന ആള് തന്നെ ഇടണം. പിന്നെ പണ്ടത്തെ കൃഷിക്കാർ ഈ പറമ്പിൽ അത്യാവശ്യം നല്ല രീതിക്ക് വാഴയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തെ ചേട്ടൻ പറമ്പൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ ഭാഗ്യനോട് പറയായിരുന്നു. അടുത്ത വർഷം നമുക്ക് അവിടെ തുടങ്ങിയാലോ എന്ന്. ആദ്യം കൊലച്ചത് ഇത് ആദ്യം കൊലക്കും ചെയ്ത് പുളിയം പറ്റി എന്ന് പറഞ്ഞാൽ വാഴ വലിയ വലുപ്പം ഉണ്ടാവില്ല, നേരത്തെ കൊലക്കും ചെയ്യും ഈ വാഴ. ഈ വാഴ വെച്ചിട്ട് ഇപ്പോൾ 5.5 മാസമായിട്ടുള്ളൂ കേട്ടോ. 5.5 മാസം ആവണുള്ളൂ. അതിന് മുമ്പ് വാഴ 1-2 കൊലച്ചു തുടങ്ങി. കാണിച്ചു തരാം. ഒക്ടോബർ 6-ാം തീയതിയാണ് നമ്മൾ ഈ വാഴ വെച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാർച്ച് 19. അപ്പോൾ 5 മാസം 13 ദിവസമായിട്ടുള്ളൂ ഈ വാഴ വെച്ചിട്ട്. ഇത് പടല തിരിഞ്ഞ് തുടങ്ങിയ വാഴയാണ്. ഇതിൽ 1, 2, 3, 4, 5, 6 പടലുണ്ട്. നമ്മുടെ ആദ്യത്തെ വാഴ ഈ പറമ്പിൽ ആദ്യം കൊലച്ച് വീണ വാഴ ഇതാ 6 പടല. അത്യാവശ്യം കായ എണ്ണം ഉണ്ട് കേട്ടോ. 10-13 കായ ഒക്കെ ഉണ്ട്. 11, 13 അതാണ് ഈ പുളിയമ്പറ്റി വാഴയിൽ ഉണ്ടാവുക. തേനിയാവുമ്പോൾ എണ്ണം കൂടുതലുണ്ടാവും, കൊല ഇത്തിരി കൂടെ വലുതാവും ചെയ്യും. ഇത് പക്ഷേ 5.5 മാസം കൊണ്ട് കണ്ട കൊല കഴിയും. വേറെ പറമ്പാട്ടാ. ഇതിൽ കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട്.
ഒരു 10-30 തെങ്ങുണ്ട് ഈ പറമ്പിൽ. ഇതിലും ഒരു 900 വാഴോളം ഈ പറമ്പിലും ഉണ്ട്. നമുക്ക് 900 വാഴ. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, ഇപ്പോൾ പോയി വന്നു. വാഴ കൃഷിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിച്ചോളൂ കേട്ടോ. ഒരു പ്രചോദനം ഭാഗ്യന്. അടുത്ത കൊല്ലം എന്നിട്ട് 10,000 വാഴയൊക്കെ എത്തിക്കണം. അടുത്ത കൊല്ലം 10,000 വാഴ വയ്ക്കണം എന്നാണ് വിചാരിക്കണേ. ഇക്കൊല്ലത്തെ അവസ്ഥ എന്താവുമെന്ന് ഇപ്പോഴും പറയാറായില്ല. വാഴ കൊലക്കലൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ പറയാറില്ലേ, കൃഷി എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹം കൂടിയാണ്. നമുക്ക് കാലാവസ്ഥേനൊക്കെ തരണം ചെയ്ത് കിട്ടണം. അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അതിന് പൂർണ്ണത വരുള്ളൂ. പല പ്രാവശ്യങ്ങളും കർഷകർക്കൊക്കെ ചില ഒരു കാറ്റ് വീശി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ദുരിതമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാം നന്നായിട്ട് ഉണ്ടാവട്ടെ. അടുത്ത കൊല്ലം തൊട്ട് ശ്രീകുട്ടനെ കൊണ്ട് കുറച്ച് വാഴ വെപ്പിച്ച് തുടങ്ങണം. അവന് 10-11 വയസ്സാവാറായില്ലേ. അപ്പോൾ അവനെ കൊണ്ട് ചെറിയ കൃഷിയുടെ മേഖലയിലേക്കും കൂടെ അവനെ ഒന്ന് ചെറുതായിട്ട് ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത ഓണവാഴ വെക്കുന്ന സമയത്ത് ഒരു 100 വാഴ ശ്രീകുട്ടനെ കൊണ്ട് വെപ്പിക്കണം. അതോടൊപ്പം തന്നെ സ്ത്രീയെ കൊണ്ട് വെപ്പിക്കണം, ഒരു 1000 വാഴ. പറമ്പിലുണ്ടാവുന്ന അടയ്ക്കൊക്കെ അവനാണ് ഇപ്പോൾ പറക്കി കൊണ്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ അവന് തന്നെ നമ്മൾ വിറ്റ് കൊടുക്കും. അപ്പോൾ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഒരു 100 വാഴ വെച്ച് അവൻ തന്നെ പണി ചെയ്യാൻ പറ്റണത് അവൻ ചെയ്യാൻ, നനയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് പറ്റും. ബാക്കി ആൾക്കാരെ നിർത്തി കൂലി ആളെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച് അങ്ങനെ കൃഷിയുടെ മേഖലയിലേക്ക് അവനെ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മണ്ണുത്തി ഷോപ്പിലേക്ക് ഒന്ന് പോകണം. അവിടെ പോയി കണക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി, പിന്നെന്താ നമുക്ക് കുറച്ച് വിത്തുകൾ മേടിക്കണം, തൈകൾ മേടിക്കണം. കാറിൽ കയറാൻ പോകുന്നേക്കാൾ തൊട്ട് മുന്നാണ് കേട്ടോ ഞാൻ ഈ അയിനിച്ചക്ക കണ്ടത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണണേ. അയിനിപ്ലാവിൻ്റെ ചക്കയാണ് അയിനിപ്ലാവ്. പക്ഷെ അത് ഗുണവാനല്ല എന്നാണ് എൻ്റെ നിഗമനം. കണ്ട ഇതിൽ അത്ഭുതകരമായിട്ടൊരു ചുളയുണ്ടല്ലോ, എങ്ങനെയുണ്ട് നോക്കാം. മണണ്ടാ? പ്രത്യേകിച്ച് മണമൊന്നുമില്ല. വലിയ ഗുണമൊന്നുമില്ല. നമ്മൾ സഞ്ചരിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? മണ്ണുത്തിയിലേക്ക്. മണ്ണുത്തിയല്ല, മണ്ണുത്തിക്ക് ഇത്രയും കാലത്തോട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുള്ളൂ. അപ്പൊ ഞാൻ പൊതുവെ ശ്രീകുട്ടലുണ്ട് ഭക്ഷണം കഴിക്കൽ കുറവാണ് കേട്ടോ. എനിക്ക് ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ രണ്ടാളേക്കാൾ ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീകുട്ടനെ. പാർസൽ കഴിക്കും. ഒരു 2 മണിയോടെ അടുത്താണ് നമ്മൾ മണ്ണുത്തിയിലെത്തിയത്. മണ്ണുത്തിയിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മീമി മാമൂല് കയറാണ്ട് പോയില്ലല്ലോ. അവിടെ അടിപൊളി ഒരു സമുദ്ര സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ മീമി മാമൂലത്തെ സ്പെഷ്യലാണ്. ഉച്ചയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ വിഭവ സമൃദ്ധമായിട്ടുള്ള നമ്മുടെ മാന്തള്, ബ്രാല്, കണമ്പ്, എന്തൊക്കെയാ, ബീഫ്, ചിക്കൻ, ചാള, മത്തി, പിന്നെ എന്തായിരുന്നു വേറെ എന്തൊക്കെയോ, ഞണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഏറ്റവും വലിയൊരു മീനുണ്ടല്ലോ, നട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മീനെങ്ങാണ്ടാന്ന് തോന്നുന്നു ഭാഗ്യം സെലക്ട് ചെയ്തത്. ഭാഗ്യന് നല്ല വിശപ്പുണ്ടെങ്കിൽ ആളെ ഏറ്റവും വലിയ സാധനമാണ് ഓർഡർ ചെയ്യുക. എന്നിട്ട് അവസാനം എത്തുമ്പോഴേക്കും അത് വിശപ്പൊക്കെ മാറുമ്പോഴേക്കും അത് കഴിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോകും. ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. ഞാൻ ഏറ്റവും ചെറുതാണ് ഓർഡർ ചെയ്യുക. നമുക്ക് പിന്നെ ഓർഡർ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ മസാലയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മീമി മാമു നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ ചിത്തൂൻ്റെ ഷോപ്പാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. ചോറ് മുഴുവൻ ഇത് പ്രവിച്ചേട്ടൻ കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ചോറുണ്ണൊരു ഫീലാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കിട്ടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചമ്മന്തി, അതുപോലെ തന്നെ അടിപൊളി തോരൻ, സാമ്പാർ, മീൻകറി, മോര് കൂട്ടാൻ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രുചി എന്ന് പറയുമ്പോഴേ നല്ല വിശന്നിരിക്കുന്ന നേരത്ത് അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സെറ്റപ്പും ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ പള്ളിക്കറി, നെയ്പ്പത്തലും ഒക്കെ കിട്ടും. വേറെ ഒരുപാട് റെസിപ്പികൾ കിട്ടും. പക്ഷെ ഞങ്ങൾ ഊണാണ് കഴിച്ചതെന്ന് മാത്രം. അങ്ങനെ വയറ് നിറഞ്ഞ് ചിത്തുനോടും പ്രവിച്ചേട്ടനോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ ഹരിതയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഹരിത വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ്. മിമി മാമുൻ്റെ മുമ്പിൽ നിൽക്കണ്ടായിരുന്ന ഞാവലുമെന്ന് ഈ ഒരു ഞാവൽപ്പഴം കിട്ടി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാവൽപ്പഴമൊക്കെ കഴിക്കുമ്പോൾ ബൾക്കായിട്ട് കഴിക്കണം എന്ന് എൻ്റെ പോലെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. ഇതിൽ 1-2 ഉള്ളൂ, വായ കേടാവുമെന്ന് തോന്നി. ആ ഊണിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് നിൽക്കേണ്ട വായല്ലേ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സാമ്രാജ്യമായിട്ടുള്ള ഹരിതയിലാണ്. ഇതാണ് നമ്മുടെ മറ്റൊരു ഷോപ്പ് എന്ന് പറയുന്നത്, ഡോൺ ബോസ്കോ കോളേജിൻ്റെ നേരെ മുമ്പിലുള്ളത് കേട്ടോ. നമ്മുടെ ഭാഗ്യം വീണ്ടും കണക്ക് പുസ്തകത്തിലേക്ക് കുപ്പൂത്തി. തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ റെജി ചേട്ടൻ. അങ്ങനെ കടയിലത്തെ എല്ലാ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചേ മൊത്തത്തിൽ നിങ്ങൾക്ക് കട ഒന്ന് കാണിച്ചു തരാമെന്ന്. നമ്മുടെ തരൂര് കടയേക്കാളും കുറച്ചും കൂടി സൗകര്യമുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പ് എന്ന് പറയുന്നത്. രണ്ടും ഒരേ വലിപ്പമൊക്കെ തന്നെ, പക്ഷേ ഇവിടെ കുറച്ചും കൂടി
നല്ല നാടൻ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ പലചരക്ക് സംഭവങ്ങളും ഇതുപോലെ കായൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തതൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും സാധനങ്ങൾ അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹരിത വെജിറ്റബിൾ മാർക്കറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ കുറേ ചേട്ടന്മാർ നമ്മൾ അറിയുന്നവരുണ്ട്. പിന്നെ ഇതാ ഇവിടെ വലിയൊരു മാർക്കറ്റിൻ്റെ സ്പേസിൽ കുറേ ബൾക്ക് ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്, റീറ്റെയിലും കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അന്നജാലകത്തിലെത്തി. എന്തിനാ, നമ്മുടെ പതിവ് പോലെ തന്നെ വിത്തും കൈക്കോട്ട് വേണ്ട, നമ്മുടെ എന്താടാ തൈകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ ഭാഗ്യം വീണ്ടും ഭക്ഷണത്തിലേക്ക് കൂപ്പൂത്തിയിട്ടുണ്ട്. പുല്ലുപ്പൊടി കൊണ്ടുള്ള വട്ടയപ്പവും കരിക്കൻ ജ്യൂസും. അവിടെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട്. നമുക്കിനി ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. 4 മണിയാകുമ്പോൾ എനിക്ക് ഡാൻസ് തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ കുറുപ്പും റോഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അവിടെ പണി നടക്കുകയാണേ. എത്ര വീതിയിലാണെന്നറിയോ അവിടെ ഈ ഒരു ഇതിട്ടിരിക്കണ വഴിയുടെ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. എനിക്കിന്ന് ഞാൻ ഷോൾ എടുക്കാൻ പറഞ്ഞിട്ട് ദുപ്പട്ട എടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പം എനിക്കൊരു അടിപൊളി പുതിയ ദുപ്പട്ട തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഡാൻസിന് എന്താ പറയുക താളത്തിനൊത്ത് നമ്മൾ നൃത്തം വയ്ക്കാൻ പോകുന്നത്. ഇത് ലിച്ചേട്ടനാണ് കൊച്ചിൻ ഹീറോസിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ ലീച്ചേട്ടനോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ലീച്ചേട്ടൻ ഒരു ഹായ് ഒക്കെ പറഞ്ഞു, നിങ്ങളെ അന്വേഷിച്ചു എന്നൊക്കെ പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആരംഭിച്ചാലോ. ഇതാണ് എൻ്റെ ഭരതനാട്യത്തിൻ്റെ മാഷാണ്, സനീഷ് സാർ എന്നാണ് പേര്. ഹായ് പറയൂ സാർ. മാഷ് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. മാഷ് കോയമ്പത്തൂരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. മാഷില്ലേ മാഷ് നമ്മുടെ കലാക്ഷേത്രയിൽ നിന്ന് പഠിച്ച് വന്ന ഒരാളാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഭരതനാട്യം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പോവാൻ നിൽക്കാം. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അനുപമ സെക്കൻഡ് ഇയറിലത്തെ ചേച്ചിയാ. ഭാഗ്യ ഉറങ്ങ്, ഭാര്യനെ പട്ടിപ്പണി എടുപ്പിച്ചിട്ട് ദുഷ്ട നിങ്ങളിവിടെ ഉറങ്ങി. ഞാൻ ഈ ഡാൻസ് ക്ലാസ്സിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് വരാനുള്ള ഏക കാരണം നമ്മുടെ ഭാഗ്യനാണ് കേട്ടോ. മക്കളെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാലും ഉന്തി തള്ളി എന്നെ ഇവിടെ കൊണ്ടെത്തിക്കും. അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന വരെ ഭാഗ്യം വണ്ടിയിൽ കിടന്ന് ഉറങ്ങായിരുന്നു തോന്നുന്നു കേട്ടോ. ആ ക്ഷീണത്തിലാന്നുകൊണ്ട് തൊട്ടപ്പുറത്തുനിന്ന് ഒരു ബജി മേടിച്ച് കഴിച്ചു. ഭാഗ്യൻ്റെ കൂടെ നടന്നാൽ നമ്മൾ തടിച്ചു കുണ്ടുമണിയാവും കേട്ടോ. ചായ കുടിച്ചു, പൈനാപ്പിൾ ബജി കഴിച്ചു കേട്ടോ. ഒരു ദിവസം നമ്മൾ തുടങ്ങിയത് ഒരു അരമണിക്കൂർ മുന്നല്ലേ, പക്ഷെ എനിക്ക് അരമണിക്കൂർ മുന്നേ പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെയാണ് ഫീൽ ചെയ്യണേ. ഇപ്പൊ സമയം 6 മണിയാവാറായി. എന്റെ ദൈവമേ, ദിവസങ്ങളിൽ പോണ പൂക്കേട്ടന് പേടിയാവാറുണ്ട് കേട്ടാ. എനിക്ക് ഭയങ്കര പേടിയാ, വയസ്സ് കൂടിയതല്ലേ. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് നേരെ ശ്രീകുട്ടനെ കൊണ്ടുവരാന്. ചേട്ടന്മാര് പണിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വല്ലൂർ പോവാ. അപ്പൊ ചീരാച്ചിക്ക് വീണ്ടും ഇന്ന ദിവസം 3ാമത്തെ വട്ടം ചീരാച്ചി പോണേട്ടാ. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം വളം കൊണ്ടുപോയി, പിന്നെ അത് ഇറക്കാൻ മറന്നിട്ട് 2ാമത് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ ഭാഗ്യനോടൊപ്പമായിരുന്നു, കാലത്ത് മുതൽ വൈകുന്നേരം വരെ. ഭാഗ്യന്റെ ദിവസങ്ങൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. യാത്രകളോട് യാത്രകൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നൊക്കെ പറയണം. പക്ഷെ ഭാഗ്യൻ അത് ഭയങ്കര എൻജോയ് ചെയ്ത് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വടക്കുന്നാഥനെയും കണ്ട് നമ്മൾ മടങ്ങുന്നത് നമ്മുടെ തലൂരിന്റെ മണ്ണിലേക്കാണ്. കാണുമ്പോ ഭാഗ്യൻ എന്നോട് എപ്പോഴും അയവിറക്കും. എന്തായാണ് ഇറക്കുന്നത് ഭാഗ്യ? സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എന്റെ തലയിലായിരുന്ന എന്റെ ബാല്യകാലം. സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന എന്റെ തലയിലായിരുന്നു. ഇവിടെയാണ് കച്ചവടം ചെയ്തായിരുന്നത്, വഴിയോര കച്ചവടം. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ പിന്നിട്ടിട്ടുള്ള ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഭാര്യമാർ അങ്ങോട്ടും ഭർത്താക്കന്മാർ ഇങ്ങോട്ടും പറയുന്ന ആവർത്തന വിരസതയുള്ള കഥകൾ. അങ്ങനെ ഒരു കഥയാണ് കേട്ടോ ആ ഒരു കഥ. ആവർത്തന വിരസത ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ കേട്ടോണ്ടിരിക്കാനായിട്ട് ഒരു സുഖാണല്ലേ. ഇപ്പൊ നമ്മുടെ 90 കിഡ്സും 2K കിഡ്സും 80 കിഡ്സും ഒക്കെ തമ്മിൽ വല്ലാത്ത വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ ആരോട് പറയാൻ. ഇതെന്താണെന്നറിയോ, ഇതിനെ പീച്ചിങ്ങ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇത് കറിയൊന്നും വെക്കാറില്ല കേട്ടോ. പൊതുവെ ദേഹം ഉരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് പീച്ചിങ്ങ ഇത് തേച്ച് കുളിക്കാൻ നല്ലതാണ്. ഇന്നാളെ ചേച്ചി വന്നപ്പോഴും പൊട്ടിച്ചോണ്ടത്. അതിന്റെ ഉള്ളിലൊക്കെ കുരു ഉണ്ടാവും. കുരു നട്ടാണ്ടാവും. ഇങ്ങനെ തേച്ച് കുളിക്കാൻ. ഭാഗ്യന്റെ ഓരോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൊലിയൊക്കെ കൂടി ഊരി പോകുന്നു തോന്നും. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് ഈ ഒരു അതിന്റെ കുരുക്കൾ കിട്ടുമായിരുന്നു. അപ്പോൾ രമേശ് ചേട്ടനാണ് എനിക്ക് കുരുവൊക്കെ എടുത്ത്
കാണിച്ചു തന്നത്. ഇതിവിടെയൊക്കെ പറക്കട്ടെ എന്ന് പറഞ്ഞ് ഒക്കെ വിതറി കളഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ അങ്ങനെ പുനർജീവൻ വെക്കട്ടെ അത്രേനെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പണിയോട് കൂടി കുറച്ച് ദിവസത്തേക്കുള്ള പണികൾ കൊടുത്ത് അവസാനിക്കുകയാണ്. ചേട്ടന്മാരെല്ലാവരും വിച്ചേട്ടൻ ബസ്സിൽ പോവും, ബാക്കിയുള്ള എല്ലാവരും വണ്ടിയുമൊക്കെ ആയിട്ട് പോവും. നമ്മളങ്ങനെ യാത്ര പറഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പുത്രനെ എടുക്കണം, അവിടുന്ന് ഹൈലൈറ്റ് മാൾ. കടയിലെത്തിയപ്പോൾ ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ ഒറ്റയ്ക്കായിരുന്നു, കാത്തിരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ. തിരിച്ച് കടയിലെത്തിപ്പിക്കാൻ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ട, നമ്മൾ കാലത്ത് പോയപ്പോൾ കിടന്ന സ്പേസ് അല്ലത്. ഇവിടെ ഇങ്ങനെ അടിച്ച് വാരി വൃത്തിയാക്കി അടിപൊളിയാക്കി ഇടും കേട്ടോ. ചേച്ചിമാരെല്ലാവരും പോയി. നമ്മുടെ ബിന്ദേച്ചി പോയി, അതുപോലെ തന്നെ നമ്മുടെ അമ്മ പോയി, പിന്നെ വാസന്തേച്ചി പോയി, എല്ലാവരും പോയി. ഹൈലൈറ്റ് മാളിലേക്ക് പോണേ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊന്നും മേടിക്കണ്ട, നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. പലചരക്കും നമ്മുടെ കടയിൽ നിന്ന് എടുത്താൽ മതി. ആക്ച്വലി എനിക്ക് കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു, കുറച്ച് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ ചക്ക നല്ല പഴച്ചൊക്കെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാം ഇങ്ങനെ അടക്കി പറക്കി ഒതുക്കി വെച്ചിരിക്കുന്നിടത്തുനിന്ന് പറക്കി എടുക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ഏറ്റവും ഫ്രഷാണ് ഞാൻ എടുക്കാറ്. പണ്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ കുറച്ചും കൂടി ഒരു സെക്കൻഡ് ക്വാളിറ്റിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ചും കൂടി കൺസേൺ ആയി. ഇപ്പം ഞാൻ അവിടെ നിന്ന് നല്ലത് മാത്രമാണ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം പറക്കിക്കുട്ടിന് പോയാലോ. പൊടിച്ചേമ്പ് നമ്മുടെ കടയിൽ ഇതുപോലെ തന്നെ ഒരുപാട് നാടൻ ഐറ്റംസ് കിട്ടും. ഇവിടെ ചുറ്റുമുള്ള കർഷകർ ഇവിടെ കൊണ്ടു കൊടുക്കാന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെ അവിടെ ഉണ്ടാക്കി അവർ കൊണ്ടുവരുന്ന ചേമ്പ്, ചേന, ഇതുപോലെ തന്നെ കൂർക്ക, പിന്നെ ഈ ചേമ്പില്ലടാ എന്താ പറയുക, കുട്ടിച്ചേമ്പില്ലേ, ഈ മണിച്ചേമ്പ് പോലത്തെ ചേമ്പുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മാത്രമല്ല നമുക്കിവിടെ ഒരു കുഞ്ഞു പലചരക്ക് സെക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇന്ന് നമ്മൾ കാലത്ത് എഴുതി വെച്ചിട്ടുള്ള റവ, വെളിച്ചെണ്ണ, അങ്ങനെ കുറേ ഐറ്റംസും ക്യാരറ്റൊക്കെ ആയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കണക്കൊക്കെ കഴിഞ്ഞ് എന്നെ കാത്തു നിൽക്കുന്ന ഭാഗ്യനാണ് അത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് നീങ്ങാം. ബൈ. ഞങ്ങള് ഡാൻസ് ക്ലാസ് കാലത്ത് ഇറങ്ങിയതാ. എല്ലാവർക്കും ബൈ. വിഭവസമൃദ്ധമായ സദ്യ നമ്മൾ കഴിച്ചത് ശ്രീകുട്ടൻ അറിഞ്ഞിട്ടില്ലല്ലോ. അത് കാരണം ശ്രീകുട്ടന് ഒരു ഫ്രൈഡ് റൈസിന്റെ പാഴ്സലൊക്കെ വാങ്ങി നമ്മളിനി നേരെ പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് എനിക്ക് ഇതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസോ പച്ചക്കറികളോ ഒന്നും എടുക്കാനില്ല. വേറെ കുറച്ച് ഐറ്റംസ് ആണ് എടുക്കാനുള്ളത്. ഞാൻ അങ്ങനെ നോക്കി നിൽക്കലുണ്ടല്ലോടാ. ഒരാൾ ഒരു കസാരയിൽ കയറിയിരുന്ന് ഭയങ്കര മസാജിങ്. പിന്നെ ഒരു 10-15 മിനിറ്റ് അതിനോട് അപ്പം ചേർന്ന് ഞാൻ അവിടെ നിന്നു. പറയാം 10 മിനിറ്റ് ഈ മസാജിങ് ചെയറിൽ ഇരിക്കാനായിട്ട് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യം ഞാൻ നോക്കുമ്പോൾ കുടുകുടുന്ന് കുലുങ്ങണമൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ച ഭാഗ്യം വെച്ചപ്പോൾ ഒരു മനസുഖം എന്ന് ഭാഗ്യം പറഞ്ഞു. അങ്ങനെ നമ്മൾ യൂസഫ് അലി സാറിൻ്റെ ലുലു ഡെയിലിയിലേക്ക് പോയി. അവിടെ ചെന്ന് നമ്മൾ കുറച്ച് മട്ടൺ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി. ആക്ച്വലി നമ്മൾ ആ കുഞ്ഞു കണ്ടെയ്നറുകൾ മേടിക്കാനാണ് പോയത്. പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. പക്ഷെ 10,000-2,000 രൂപ അവിടെ പൊട്ടി. എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്നും മേടിച്ചില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയ കാശ് ചിലവാന്ന ഭാഗ്യം പറയാം. അപ്പം നമ്മൾ അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ മേടിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ആ ഒരു റിയലൈസേഷൻ ഉണ്ടായത്. നാളെ നമ്മുടെ ശ്രീകുട്ടൻ ഇംഗ്ലീഷ് പരീക്ഷയാണ്. ഒരു 6-7 ദിവസമായിട്ടോ പരീക്ഷയ്ക്ക് ഗ്യാപ്പ് കിട്ടിയിട്ട്. അതുകൊണ്ട് ഒരുവിധ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ഷീണം എൻ്റെ മുഖത്തുള്ള കാരണം കൊണ്ട് നല്ല കോട്ടുവായിട്ടുണ്ടായിരുന്നു. എൻ്റെ കോട്ടുവായയുടെ ആ ഒരു തീവ്രമായിട്ടുള്ള വലി കണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഭാഗ്യം നമുക്കൊരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ശ്രീകുട്ടൻ കുളിച്ച് ഓടി സെറ്റായിട്ട് വന്നപ്പോഴേക്കും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രൈഡ് റൈസ് എടുത്തു കൊടുത്തു. ഇന്ന് നമ്മൾ അടുക്കളയിൽ ആ ഒരു കുറുക്കും അവസാനിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ അത് കഴിക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് ശ്രീകുട്ടന്. നമ്മൾ റോയലിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോടാ, അതിൻ്റെ ഫാനാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂലേ, എല്ലാം മറന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ ഒഴുകി നടന്നിട്ടുള്ള ദിവസങ്ങൾ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു സമാന്തര രേഖ പോലെ ആവില്ലേ. അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെയാവാം. അങ്ങനെ ഞാൻ ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ശ്രീകുട്ടൻ്റെ കൂടെയുള്ള കുറച്ച് നേരത്തെ പഠനമാണ്. ഞങ്ങൾ തിരിഞ്ഞും കിടന്നും മറിഞ്ഞും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരുവിധം കാര്യങ്ങളൊക്കെ ആൾ പഠിച്ച് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു അമ്മ റോൾ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് പയറ്റിയെടുക്കുമല്ലോ പരീക്ഷയുടെ തലേദിവസം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പച്ചക്കറികൾ എപ്പോഴും നമ്മൾ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യും.
പിന്നെ നമ്മൾ കാലത്ത് നമ്മൾക്ക് ഇഡ്ഡലിക്കും നമ്മുടെ ദോശമാവിലേക്കും ഒക്കെ വേണ്ടിയിട്ട് കുറേ ദിവസത്തേക്കുള്ള ഫുഡ് സെറ്റാക്കി വെക്കണം വെച്ചിട്ടാണ് അത് നമ്മൾ ഇതിലിട്ടുണ്ടായിരുന്നത്, വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്, എന്ത് ഉഴുന്ന്. അപ്പോൾ അത് നമുക്ക് ഒന്ന് സെറ്റാക്കി വെക്കാം. എൻ്റെ ഉഴുന്ന് മാവ് വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഞാൻ അരി വെള്ളത്തിലിടില്ലേടാ, അരിപ്പൊടിയാണ് ഇടുക. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ഉഴുന്നിന് ഒരു 1/2 കിലോ അരിപ്പൊടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇടുക. അതിൽ കുറച്ച് ഈസ്റ്റ് ഇടും, പിന്നെ കുറച്ച് ചോറിടും, ഒരു 2 പിടി ചോറും ഒരു 2 തരി ഈസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുക. അതുപോലെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ അരയ്ക്കും കേട്ടോ, വലിയ ജാറിൽ. ഒരു ഇഡ്ഡലി കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പൊന്തി പഞ്ഞിയായിട്ട് കിട്ടും നമ്മുടെ ഇഡ്ഡലിയൊക്കെ. പിന്നെ കുറച്ച് ദിവസം ഇരുന്നാലും അതിങ്ങനെ എന്താ പറയുക, ഒരു വല്ലാത്ത രീതിയിലാവില്ല. നമ്മുടെ ദോശയൊക്കെ 2-3 ദിവസം ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വൈകുന്നേരം ഒത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു, അമ്മ വന്നാലൊക്കെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ശ്രീകുട്ടൻ പെട്ടെന്ന് ആ ഒരു കമന്റ് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്തംഭിച്ചു പോയിട്ടോ. അവൻ കമന്റ് ബോക്സ് ഒക്കെ വായിക്കാറുണ്ടെന്ന് അറിഞ്ഞത് അപ്പോഴാണ് ഞാൻ. ആക്ച്വലി നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ വടിച്ചിടുന്നതും അല്ലെങ്കിൽ അമ്മമാരിങ്ങനെയൊക്കെ ചെയ്യുന്നതും നമുക്ക് അനർപ്പായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല അല്ലേ? എന്താണാവോ ഇന്നത്തെ തലമുറയിലെ നമ്മുടെ വീട്ടിലുള്ളവർക്കാലും ആർക്കും ഫീൽ ചെയ്യാറില്ല. അങ്ങനത്തെ കമന്റുകൾ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ അച്ഛനമ്മയൊക്കെ അല്ലേ അത് ചെയ്യണ്ടാവുക. മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, നമുക്കത് ചെയ്യണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതൊരു ബാഡ് കാര്യമാണോ? അല്ല, പക്ഷെ ഹൈജീനിക് അല്ലാന്ന് എനിക്കറിയാം. എങ്കിലും ചില കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്താലല്ലേ ശരിയാവുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ, എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ? ആക്സെപ്റ്റ് ദാറ്റ് വേ. ചിലരെ നമ്മൾ അവരായിട്ട് അംഗീകരിക്കുമ്പോഴാണ് നമ്മളിലും പൂർത്തീകരണം ഉണ്ടാവുന്നത്, അവരിലും പൂർത്തീകരണം ഉണ്ടാവുന്നത്. അങ്ങനെ ബാക്കിയുള്ള ചോറ് മുഴുവൻ ഞാൻ നമ്മുടെ മണിക്ക് കൊടുക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ വരിയിരുന്നു ചെറുതിനെ അങ്ങോട്ട് എത്തില്ലെന്നുണ്ടെന്ന്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എത്ര ജീവികളും ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുള്ളത്. ഇതെന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്ത് വലിയ ചിന്തകളാന്ന് കുഞ്ഞ് തലരുള്ളിൽ കൂടെ പോകുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായവർക്കൊക്കെ നമ്മളെ മിസ് ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. കുറച്ച് ദിവസമൊക്കെ മിസ് ചെയ്യായിരിക്കും, പിന്നെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ട് പൊക്കോളൂ അല്ലേ? അങ്ങനെ നമ്മൾ നാളത്തേക്ക് ചേട്ടന്മാരുണ്ട് ഇവിടെ പണിക്ക്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കാലത്ത് കഞ്ഞിക്കുള്ളത് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ നാളെ ശ്രീകുട്ടന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പിന്നെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും ഒക്കെ നമ്മുടെ KMB നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേ നമ്മൾ ഫ്രൂട്ട്സ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് പാത്രത്തിലെല്ലാം കുത്തി കയറ്റിയിട്ടേ ഇതിൽ മാത്രമേ തപ്പുള്ളൂ നമ്മൾ ഇതിൽ വെക്കുമ്പോൾ. ഞാൻ പിന്നെ ഏറ്റവും ലാസ്റ്റ് കുത്തി കയറ്റിയപ്പോൾ 2-3 ആളുകൾ പുറത്തേക്ക് നോക്കി ചിരിച്ചു നോക്കി നിൽക്കണം. അപ്പോൾ ഞാൻ അവരങ്ങോട്ട് പൊട്ടിച്ചെടുത്തു, വായലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ രാത്രി പരിപാടികളായിരുന്നത്. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ വെടുപ്പാക്കി നാളെ ഇതിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. വൃത്തിയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ യാത്ര പറഞ്ഞു പോകുന്നത് ശ്രീകുട്ടനെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എഡിറ്റ് ചെയ്യാനും ബാക്കി പരിപാടികളും പ്രാക്ടീസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഭരതനാട്യം കുച്ചിപ്പുടിയും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഞാൻ ചെല്ലുമ്പോഴേക്കും ഒരാൾ ഉറക്കാൻ വിട്ട ആളാണ് എന്നെ ഇടം കണ്ടിട്ട് നോക്കണു ഞാൻ വരുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ വന്നപ്പോഴാണ് ആൾക്ക് സമാധാനമായത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറച്ചു നേരം കുത്തി മറിഞ്ഞ് ഞങ്ങളുടെ കഥകളൊക്കെ വായിച്ച് 2-3-4 കഥകളൊക്കെ ഡെയിലി ഇങ്ങനെ വായിക്കൂട്ടോ. ഇപ്പോഴും ഞാൻ വായിക്കാം, അവനെ കൊണ്ട് വായിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് അറിയാം കേട്ടോ. എന്നാലും ഇതൊക്കെ കുറച്ചുകൂടി നാൾ കഴിയുമ്പോൾ നമുക്ക് വളരെയധികം മിസ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വലുതാവല്ലേ. ഇപ്പൊ ഇതൊക്കെ എൻജോയ് ചെയ്യാല്ലേ. കിടക്കാൻ പോട്ടാ, ബൈ. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.